بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فيهن خيرات حسان فبأي آلاء ربكما تكذبان. حور مقصورات في الخيام فبأي آلاء ربكما تكذبان. لم يطمسهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان. صدق الله. فيهن خيرات حسان. ആ ഉദ്യാനങ്ങളിൽ അവർക്ക് നല്ല ശോഭയുള്ള ഭംഗിയുള്ള ഉത്കൃഷ്ട വനിതകൾ ഉണ്ട്. അവര് കാണാനും അഴകുണ്ട്, ബാഹ്യവും ആന്തരികവുമായ ഭംഗി പൂർണ്ണമായി ഉൾക്കൊണ്ട സ്ത്രീകളാണ്. ദുനിയാവിൽ ചിലപ്പോൾ സ്ത്രീകള് നല്ല ഭംഗി ഉണ്ടാവും, ആ മാംസബന്ധിത ഗ്ലാമർ കൊണ്ട് നമ്മൾ കെട്ടിക്കൊടുന്നാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തൊലാക്കിൽ കലാശിക്കുന്ന എത്ര നിക്കാഹുകളുള്ളത്. കാരണം സംസാരിക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല, അമ്മായിമാനായിട്ട് പെരുമാറാൻ അറിയില്ല, ഭർത്താവിന്റെ കുടുംബങ്ങളായിട്ട് പെരുമാറാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു വീട്ടിൽ സംസാരിക്കേണ്ടത് സമീപിക്കേണ്ടതെന്ന് അറിയില്ല. ആ ഇറച്ചിന്റെ തുടിപ്പ് കണ്ടിട്ട് കൊടുന്നതായിരുന്നു. പക്ഷെ മാംസബന്ധിത ഇക്കിളി സ്നേഹം, അതിനൊരു പ്രത്യേക ഹോർമോൺ ഉണ്ട്, അവരെ ഉണ്ടാവും. അതുകൊണ്ടല്ല ഈ പ്രേമ വിവാഹങ്ങളെല്ലാം അവസാനം കുഴപ്പത്തിൽ കലാശിക്കുന്നത്. പ്രേമ വിവാഹങ്ങളൊക്കെ ലാസ്റ്റ് മോശപ്പെട്ട അവസ്ഥയിൽ ആത്മഹത്യയിലോ അല്ലെങ്കിൽ ചാടിപ്പോക്കിലോ ഒക്കെ കലാശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മാംസബന്ധിത പ്രേമം ഉടലെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഹോർമോൺ വരാണ്. അത് 6 മാസം ഉണ്ടാവും, കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഒന്നതാണ്. രണ്ടാമത്തത്, ഹറാമായ രൂപത്തിൽ തുടങ്ങിയത് ഹൈറാ രൂപത്തിൽ ഒടുങ്ങൂല. അത് തുടങ്ങുന്നത് ഐസ്ക്രീം കൊടുത്തിട്ടും ജ്യൂസ് കൊടുത്തിട്ടും ഫോൺ വിളിച്ചിട്ടും ചാടിപ്പോയിട്ടും സംസാരിച്ചിട്ടും ടൂറ് പോയിട്ടും ഒക്കെ അല്ലേ. അത് നല്ല രൂപത്തിൽ അവസാനിക്കൂല. 3, പ്രേമ വിവാഹത്തിൽ വാപ്പക്ക് ഉമ്മക്ക് കുടുംബത്തിൽ പലർക്കും പങ്കെടുത്താൽ തന്നെയും മനസ്സിൽ പൊരുത്തണ്ടാവില്ല. പങ്കെടുത്തിട്ടുണ്ടാവും, കല്യാണത്തിനുണ്ടാവും, നിർബന്ധാവസ്ഥയിൽ പങ്കെടുക്കേണ്ടി വരില്ലേ, കൈ കൊടുക്കേണ്ടി വരുമല്ലോ, എന്നാലും മനസ്സിൽ പൊരുത്തണ്ടാവില്ല. ആ മനസ്സിലുള്ള മുറുമുറുപ്പുണ്ടല്ലോ, പ്രത്യേകിച്ച് വാപ്പന്റെ അമ്മന്റെ, ആ ജീവിതത്തിൽ തട്ടാക്കൂല. പ്രധാനമായി ഈ 3 കാരണങ്ങളെ കൊണ്ട് പലപ്പോഴും പ്രേമ വിവാഹങ്ങൾ പാളിപ്പോകുന്നതാണ്. അതിലപ്പുറം ഒന്ന് ഇതുണ്ട്. കാരണം ഹൈറാത്തുന് ഹിസാനല്ല, അതാണ് ഹൈറാത്തുന് ഹിസാനല്ല. നമ്മൾ എന്താണോ അവരിൽ കണ്ടത് അതല്ലല്ലോ യഥാർത്ഥ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത്, മറ്റൊന്നാണ്. അത് ഹൈറാത്താവുക എന്നുള്ളത്. ഹിസാൻ മാത്രമായ പോരാ. ഹിസാൻ തന്നെ നല്ല ഗ്ലാമർ ഉണ്ടെങ്കിൽ ഹിസാനായി. ഹൈറാത്താവണം. അപ്പൊ ഫിസിക്കലി ഭംഗി ഉണ്ടാവണം, ആന്തരികമായ ഗ്ലാമർ ഉണ്ടാവണം. അങ്ങനത്തെവരാണ് സ്വർഗത്തിലുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ എത്ര കാലം ജീവിച്ചാലും മടുപ്പ് വരൂല, വെറുപ്പ് വരൂല. കാരണം നീറ്റ് സ്വഭാവമായി, നല്ല ഭംഗിയായി. മാത്രല്ല അതിന്റെ അടുത്ത് പറയുന്നത് ഹൈമകളിൽ നിയന്ത്രണമുള്ള പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകളുടെ തഫ്സീറിൽ കാണാം, ഓരോ ആളുകൾക്ക് നിശ്ചയിച്ച പെണ്ണുങ്ങൾ മറ്റൊരുത്തനെ നോക്കും കൂടി ഇല്ല എന്നാണ്. ഓരോ ആളുകൾക്കും കോട്ടകളിൽ, കൊട്ടാരങ്ങളിൽ, ഹൈമകളിൽ, തമ്പുകളിൽ പ്രത്യേക പെണ്ണുങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ തൊട്ടിട്ട് മറ്റൊരാളിലേക്ക് കണ്ണെടുക്കുക പോലും ഇല്ല എന്നാണ്. ഇവിടെ സ്വന്തം ഭർത്താവിനെ മതിയാവത്തോണ്ടും ആഗ്രഹമില്ലാത്തോണ്ടും ജീവിച്ചു പോണോണ്ടും പിന്നെ സുഖിക്കാൻ വേണ്ടി വേറെ ഉള്ളവർക്ക് ഫോൺ ചെയ്യുന്നവരില്ലേ?
വേറെയുള്ളവർ നോക്കി ആസ്വദിക്കുന്നവരില്ലേ? വേറെയുള്ളവരെ കിട്ടിയ സംസാരം നിർത്താതെ പറപറാ പറയുന്നവരും ഭർത്താവിനോട് മിണ്ടാത്തവരില്ലേ? അവിടെ അങ്ങനെയല്ല. തനിക്ക് നിശ്ചയിച്ച എണ്ണുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് അവർ നോക്കും കൂടി ഇല്ല. ഹൈമകളിൽ നിയന്ത്രണമുള്ള ആളുകൾ, അതിന് വേറെ സൂചനയുണ്ട്. നമ്മളെ നാട്ടിലുള്ള നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്, എന്നാലേ അവര് സ്വർഗത്തിൽ പോകുള്ളൂ. സ്വർഗത്തിൽ വരെ സ്വന്തം ഭർത്താവിന് തൊട്ട് മറ്റൊരാളിലേക്ക് ഹൃദയം പോവാത്ത പെണ്ണുങ്ങളാണെങ്കിൽ ദുനിയാവിൽ എങ്ങനെ പിന്നെ വേറെ ആളിലേക്ക് ഹൃദയം പോകുന്ന പെണ്ണുങ്ങളെ വെച്ച് പൊറപ്പിക്കാൻ കഴിയോ? പിന്നെ ആവർത്തിച്ചു. നേരത്തെ ആയത്ത് വന്നിരുന്നു. എന്നിട്ട് അള്ളാഹ് പിന്നെയും പറയാണ്, ഇവരെ അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനോ നീ ജിന്നുകളുടെ ഇണകൾക്ക് ഒരു ജിന്നോ അവർ മുമ്പ് സ്പർശിച്ചിട്ടില്ല. അത്രയും കന്യകത്വമുള്ള ചാരിത്ര വിശുദ്ധിയുള്ള അതിസുന്ദരികളായ പെണ്ണുങ്ങളാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണുങ്ങളെ കുറിച്ച് ചില യുക്തിവാദികളൊക്കെ കളിയാക്കി പറയാറുണ്ട്, സ്വർഗം തന്നെ വ്യഭിചാരശാലയാണ്, യഥേഷ്ടം ഏത് പെണ്ണുങ്ങളെയും കയറി പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നൊക്കെ, അവിഹിത ബന്ധങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് ഇവിടെ അടുത്തൊരു യുക്തിവാദി പ്രസംഗിച്ചു. അവിഹിതം എന്ന് പറഞ്ഞാൽ എന്താ? വിഹിതമല്ലാത്തതല്ലേ? അല്ലാഹു തആല നിശ്ചയിച്ച് ഇണയാക്കി വിഹിതിച്ച് തന്നത് എങ്ങനെയാ അവിഹിതാവുക? എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നാം ഹൂറുൽ ഈങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഇണയാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹു തആല നിശ്ചയിച്ചിട്ട് ഓരോരുത്തർക്ക് ഇണയാക്കി തന്നതുമായി ബന്ധപ്പെടുന്നതും സഹവസിക്കുന്നതും സുഖിക്കുന്നതും ഒത്തുജീവിക്കുന്നതും ഇതെങ്ങനെ അവിഹിതാവുക? മലയാള സാഹിത്യം അറിയില്ലേ? അള്ളാഹ് നിശ്ചയിച്ച് വിഹിതിച്ച് തന്നത് എങ്ങനെയാ അവിഹിതാവുക? അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ സ്ത്രീകളുമായി സ്വന്തം ഭാര്യമാരുമായിട്ട് രമിക്കുന്നതും സംസാരിക്കുന്നതും സംസർഗം നടത്തുമൊക്കെ അവിഹിതാവണ്ടേ? എന്താ അവിഹിതാവാത്തത്? നമ്മൾ വിഹിതിച്ച് നിശ്ചയിച്ച് നമ്മുടെ ഇണയാക്കി തെരഞ്ഞെടുത്താണ് എങ്കിൽ പടച്ചോൻ നിശ്ചയിച്ച് ഇണയാക്കി തന്നതുമായി ബന്ധപ്പെടുന്നതും സഹവസിക്കുന്നതും സുഖിക്കുന്നതും രമിക്കുന്നതും എങ്ങനെ അവിഹിതാവുന്നതെന്ന് മലയാള സാഹിത്യം അറിയില്ലല്ലോ. അത് അള്ളാഹ് നിശ്ചയിച്ചതാ. എത്ര ഉണ്ട് നമുക്കറിയില്ല. എത്ര ആണെങ്കിൽ എന്താ കുഴപ്പം? എത്ര ആയിക്കോട്ടെ. 2 ഹദീസിലുണ്ട്, അതിന്റെ അപ്പുറത്തുണ്ട്. അവരുടെ കുപ്പായം തന്നെ 70ഓളം കുപ്പായിടും. ഒരു കുപ്പായം എന്നല്ല, എന്തെങ്കിലും ഒരു സമയത്ത് കൊണ്ടെടുക്കേണ്ട ഒരു മാക്സ് ഇട്ട് അങ്ങനെ പൊയ്ത്ത് നാറി നടക്കല്ല. 70 ബ്ലൗസ് ഉണ്ടാവും. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ആ ഒരു ബ്ലൗസ് ദുന്യാവിലേക്ക് എങ്ങാണ്ടും തൂക്കുകയാണെങ്കിൽ ആകാശ ഭൂമികൾക്കിടയിൽ ആ ബ്ലൗസിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന പ്രഭ കൊണ്ട് പ്രകാശപൂരിതമാകും എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അതിന് പുറമെ അവരങ്ങോട്ട് പാട്ട് പാടാൻ തുടങ്ങിയാണല്ലോ. പെണ്ണാവും ചെയ്യാ, ഭംഗി ഉണ്ടാവും ചെയ്യാ, മധുരരാഗ സ്വരസതയിലൂടെ പാട്ട് പാടാനും കഴിയാ. ആരാണ് ഈ ചോടിന്? ഇവിടെ അല്ലട്ടോ, അവിടുത്തെ കാര്യം പറഞ്ഞത്. സുബ്ഹാന. ഇതൊക്കെ കൊണ്ടുകൊണ്ട് ഒത്താല് പിന്നെ അതിന് ചിന്തിച്ച് തലയിൽ കയറി നടക്കല്ലാതെ ഇവിടെ ആരെങ്കിലും കൂടുതൽ കാലം ചുറ്റിപ്പറ്റി നിൽക്കാൻ നോക്കും. സുബ്ഹാനമഞ്ചല്ല. പാട്ട് പാടുന്നാണ്, പാട്ട് പാടും. അവരെ പാട്ടിലൊരു പാട്ടാണ്. അവ നമ്മളെ ദുന്യാവിലെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല അവിടെ. ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോ അവർക്ക് വലിയ രസമൊന്നും ഉണ്ടാവില്ല. തിരിച്ച് നമ്മളെ ഭാര്യമാർ അങ്ങോട്ടും പാടിക്കൊടുക്കും. അങ്ങനെ തിരിച്ചു പാടും. ഈ 2 പാട്ടും കേട്ടിട്ട് ഇടയിൽ കൊട്ടാരത്തിൽ ചാരി ഇരുന്നിട്ട് ആ ജ്യൂസും കള്ളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ആറാടുന്ന രംഗൊന്നും മനസ്സിൽ രാവിലെ ഒന്ന് ചിന്തിച്ചു നോക്കണേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനുള്ള മഹറൊക്കെ ഇവിടുന്ന് തയ്യാറാക്കണം. ഒരു നല്ല മഹറാണ് ഈ വെള്ളിയാഴ്ച രാവിലെ തയ്യാറാക്കാൻ പറ്റുന്നത്. നമ്മൾ പതിവായി എല്ലാ വെള്ളിയാഴ്ചയിലും ഓർമ്മപ്പെടുത്താറുള്ള അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താരി മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ ആളെ പെണ്ണുങ്ങൾ പാട്ടുപാടി സ്വീകരിക്കും. എന്തുകൊണ്ട്? ഹൂർലിങ്ങളുടെ നെഞ്ചത്ത് മുഴുവൻ ഈ പേരുണ്ട്, മുഹമ്മദ് ഈ പേരുണ്ട്. ഹൂർലിങ്ങളുടെ നെഞ്ചത്ത് കോറിവെക്കപ്പെട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് അലാ നുഹൂരി ഹൂരിൽ ഈൻ.
ഹൂറുല്ലീങ്ങളുടെ നെറ്റിയിലും നെഞ്ചത്തും കോറിവെക്കപ്പെട്ട മനോഹരമായ പേരല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീലിന്റെ ചിറകിലുള്ള പേരാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിലെ കവാടങ്ങളിൽ കണ്ട പേരാണ്. അർശിന്റെ തൂണുകളിൽ കോറിവെക്കപ്പെട്ട പേരാണ്. ഹൂറുല്ലീങ്ങൾ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ്. സ്വർഗത്തിലെ മണിമന്ദിരങ്ങളിൽ കോറിവെക്കപ്പെട്ട പേരാണ്. ആകാശഭൂമികളിൽ നിറയെ 24 മണിക്കൂറും ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കപ്പെടുന്ന പേരാണ്. النبي باسمه إذا قال في الخمس المؤذن أشهد محمد رسول الله صلى الله عليه وآله وسلم. ആ സലാത്ത് അധികരിപ്പിച്ച് ഈ സൗഭാഗ്യം സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. വെള്ളിയാഴ്ചയാണ്. എല്ലാ സമയത്തും ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്ന് സ്വലാത്ത്. സൂറത്തുൽ കഹ്ഫ് ആരും മറക്കരുത്. പള്ളിയിലേക്ക് നേരത്തെ വരുന്ന കാര്യം വിസ്മരിക്കരുത്. കാലം കത്തി തീർന്ന് മെഴുകുതിരിന്റെ ലാസ്റ്റ് ആയിട്ടുണ്ട്. മെഴുകുതിരി കത്തി തീർന്ന് ലാസ്റ്റ് ആയതുപോലെ കാലം കത്തി തീർന്ന് ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരുങ്ങിയവരൊക്കെ ഭാഗ്യവാന്മാർ. ഇനിയും തിരിഞ്ഞു ഒരുങ്ങാത്ത ആളുകൾ മഹാനിർഭാഗ്യവാന്മാർ. അള്ളാഹു ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഹൂറുല്ലീനെ കുറിച്ച് വ്യത്യസ്ത പരിഹാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഹൂറുല്ലീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഹൂർ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തുടിപ്പുള്ള ഭംഗിയുള്ള പെണ്ണിനാണ് പറയാം. ഹൗറായിന്റെ ജമ്മ ഹൂർ. എന്ന് പറഞ്ഞാൽ അവരെ കണ്ണിന് വെളുപ്പിന്റെ സ്ഥലത്ത് നല്ല വെളുപ്പ്, കറുപ്പിന്റെ സ്ഥലത്ത് തുടിച്ച് നല്ല കറുപ്പ്. അവരെ കളറിനെ കുറിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. ഒട്ടകപ്പക്ഷി സൂക്ഷിക്കുന്ന ആ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ കളറാണ് എന്ന അഭിപ്രായമുണ്ട്. അല്ല, കോഴിമുട്ട പോലത്തെ പുഴുങ്ങിയാൽ ആ തോട് ഒഴിവാക്കിയാൽ ഉള്ളിൽ കാണുന്ന ആ പ്യൂർ തുടിച്ചു നിൽക്കുന്ന വൈറ്റ് കളറാണ് എന്ന അഭിപ്രായമുണ്ട്. ചില റിപ്പോർട്ടിൽ കാണാം അവരുടെ കളറിന്റെ തുടിപ്പ് കൊണ്ട് കണങ്കാലിന്റെ ഉള്ളിലുള്ള മജ്ജ വരെ പുറത്തേക്ക് കാണാവുന്നതാണ്. അത്ര തുടിപ്പുള്ള കളർ. സുബ്ഹാനല്ലാഹ്. ആ കളർ പിന്നെ നീങ്ങൂല, പോവൂല. സുബ്ഹാനല്ലാഹ്. المرأة الصالحة الحسنة الطيبة الجميلة അതാണ് ഹൂറുൻ ഈൻ കംസാലിൽ ലുഅ്ലിൽ മക്നൂൻ. ചിപ്പയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകളെ പോലെയാണ് അവരെന്ന് അതിന് വിവാഹം ചെയ്ത് ഇണയാക്കി തരുന്ന റബ്ബാണ് പറയുന്നത്. നമ്മള് കല്യാണം അന്വേഷിക്കാൻ പോയ ഏതെങ്കിലും പറയുന്നു വാപ്പിയമ്മ ഇവള് ചിപ്പയിൽ സൂക്ഷിക്കപ്പെട്ട മുത്താന്ന് പറയാറുണ്ടോ? ആ കണ്ട കാഴ്ചയിൽ പറ്റിയെടുക്കുക. അതന്നെ. ചിലപ്പോ കല്യാണം കഴിക്കാൻ കയറി കാണുന്ന സമയത്ത് കുളിച്ച് വൃത്തിയായിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ ചമഞ്ഞിക്കണേക്കാരം ഒരു കുളി കഴിഞ്ഞാൽ ചിലപ്പോ അതൊക്കെ പോവുകയും ചെയ്യും. കാരണം അതൊക്കെ വെച്ച് പിടിപ്പിച്ചാണേക്കാരം പലതും. എത്ര സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബാത്റൂം പോയിട്ട് കുളിച്ച് കയറി എന്നപ്പോ തലാക്കില്ല അനുഭവങ്ങൾ വരെ ഉണ്ട്. കാരണം അതിന് മുമ്പുള്ളതൊക്കെ കൃത്രിമാണ്. ഇപ്പൊ ബ്യൂട്ടി പാർലർ പരന്ന് കിടക്കണ കാലല്ലാണ്ട് കയറിയാല് ഏതാൾക്കും തിരിച്ചു വരുമ്പോ ഹൂർലിങ്ങളാവാം. അതൊന്ന് കുളിച്ചാ പോവുകയും ചെയ്യും. അവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. അവിടെ അള്ള നിശ്ചയിച്ച് ഇണയാക്കി തരുന്ന പടച്ചോനെ നമ്മളോട് പറയുന്നത് കന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ. മുത്തും മാണിക്കും പവിഴം പോലെയാണ് അത് ഒരു സ്ഥലത്ത്. വേറെ സ്ഥലത്ത് വിതറപ്പെട്ട മുത്തുകളെ പോലെയാണ്. വേറെ സ്ഥലത്ത് അത് ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്ത് രത്നങ്ങളെ പോലെയാണ്. പടച്ചോൻ പറയാണ്, സൃഷ്ടിച്ച പടച്ചോൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. എല്ലാരും ആ സൗഭാഗ്യത്തിൽ എത്തണം എന്ന നെയ്യത്തിൽ ഒരു 10 സ്വലാത്ത് ഉണ്ടല്ലോ. അതുകൊണ്ട് എൽപ്പണ്ട് എത്തിയല്ലോ. എന്താ നേരം വൈകോ? എന്നാ മനസ്സിലാവും. നമ്മളെ മുന്തിർ ഉസ്താദ് ഒരുങ്ങിക്കാണ്. ഊർലിങ്ങള് കെട്ടുന്ന കാര്യമാണ്. അപ്പൊ ഒന്ന് ലെവലാക്കിയില്ല. വേറെ മൂപ്പര് കൂരൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. നാളെ ആക്സിഡന്റില്ലേ, അതാണ് ഇടക്കിടക്ക് ഒരു കൈ കുത്തി. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ? സത്യം അതാണ്. അതിനല്ലേ അപ്പൊ ദ്വാരക്കോ ഞാനെല്ലോ നോക്കും. ഞാന് എന്റെ കണ്ണങ്ങട്ടല്ലേ, പക്ഷെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കുട്ടികളെ എല്ലാ ഹറക്കാത്ത സെക്കൻഡ് ഞാൻ നോക്കും. അതാണ് മൂപ്പര് ദ്വാരക്കേണ്ടിയിൽ എന്ത് ചെയ്തിക്കണേ, ഇങ്ങനെ കുത്തി. ഞാൻ അടുത്തുള്ള ആളുകൾ തെറ്റിദ്ധരിക്കണ്ട, ഇയാൾ എന്താ അങ്ങനെ ദ്വാരക്കണെന്ന്. അത് ഊരൊക്കെ വേദനയായിട്ട് വേദനയായപ്പോ കുത്തിയാണ്.
അത് എനിക്കൊരു വേദനയാപ്പാണ്ട് കുത്തിയതാണ്. അള്ളാഹു തആല പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. എന്നാ അവിടെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 10 സ്വലാത്താണ്ട് ഇല്ലല്ലോ, അത് 3 ആക്കണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അറിയുന്ന സ്വലാത്തില്ല മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഊർലിങ്ങളെ മനസ്സിൽ വെച്ചോളിട്ടോ, വെച്ചോ. പ്രായമുള്ളവരും വെച്ചോളി. അവിടെ ഇയാതെ നേരെയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മൈലാഞ്ചി ഇടുക അല്ലെങ്കിൽ കറുപ്പടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. എല്ലാ ദിവസവും 33. അതുകൊണ്ട് അത് കിട്ടാൻ തന്നെയല്ലേ അള്ളാഹ് പറയണേ. അപ്പൊ ഒരു മറ്റേ ഉഷാറായിക്കണ്. ആയിക്കോട്ടെ, 10 സ്വലാത്തല്ലേ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ആസിയ ബീവിന്റെ കല്യാണത്തിനും പങ്കെടുക്കണം. ഇന്നലെ പറഞ്ഞ സ്വർഗത്തിലെ അങ്ങാടിയിൽ പോയി സ്വറ പറയണം, ഊർലിയങ്ങളുമായി കഴിയണം, അള്ളാഹിന്റെ ലിക്കായിൽ പങ്കെടുക്കണം. എല്ലാത്തിനും വേണ്ടി ശരീഫ് ഇഷ്റഫ് ദ്വാരക്കും വേണം ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والأصحاب والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا. اللهم وإلى أرواح من دفنوا حوالينا يا رب العالمين. اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من أوصانا بالدعاء يا رب العالمين. وقل حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد ديوننا وديونهم واصلح أحوالنا أحوالهم. اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. اللهم طول أعمارنا وأعمار أساتذتنا على رضاك وعلى خدمة دينك. واشف أمراضنا وأمراضهم يا شافي الأمراض. اللهم ارزقنا حج بيتك الحرم وزيارة حبيبك المصطفى محمد صلى الله عليه وسلم مع الصحة والعافية والأدب مرارا قبل أن تميتنا يا رب العالمين. اللهم وفقنا على إكثار صلاة حبيبك المصطفى محمد صلى الله عليه وسلم. اللهم ارزقنا محبة رسول الله صلى الله عليه وسلم. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم.
اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. اللهم وإلى أرواح من ماتوا منا يا رب العالمين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة، ولا تجعل قبورنا وقبورهم حفرة من حفر النيران. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا وللحجاج وللعمال ولمن استغفروا لهم ولمن ماتوا منا ومنهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.